ഈശോയ്ക്കും അമ്മ മാതാവിനും കുടുംബമായി വന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ചതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൽസി പോൾ. ഞാൻ കോതമംഗലം വടാട്ടുപാറ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്നത് സെപ്റ്റംബർ 5-ാം തീയതിയാണ്. അതിനു മുമ്പ് ഓഗസ്റ്റ് മുതൽ ഞാൻ കൃപാസനത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ട്. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥനകൾ ചൊല്ലി കൊണ്ടിരുന്നത്. കുടുംബത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നതിൻ്റെ മൂലമാണ് ഞാൻ ഇവിടെ വരാൻ ഇടയായത്. ഞാൻ ബസ്സിൽ കയറിയ ഛർദ്ദിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഞാൻ സെപ്റ്റംബർ 5-ാം തീയതി രാവിലെ 5:30 ആയപ്പോൾ മുതൽ ഇവിടുന്ന് തിരിച്ച് 10:30 ആയപ്പോൾ അനിയത്തിയുടെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. ഞങ്ങൾക്കങ്ങ് എൻ്റെ വീട്ടിലെത്താൻ ബസ് ഉണ്ടായിരുന്നില്ല. അവിടം വരെ ചെല്ലുന്നവരെ എനിക്ക് ഛർദ്ദിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതുവരെയും ഞാൻ ഛർദ്ദിച്ചിട്ടില്ല ബസ്സിൽ കയറിയിട്ട്. പിന്നെ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. ഞാൻ ജനകീയ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് വീഴുകയും അപ്പം നട്ടലിന് തെന്നൽ പറ്റി. അതിന് ശേഷം നടുവേദന ഉണ്ടായിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഭാഗമായി എനിക്ക് നടുവേദന പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. അതിൽ പിന്നെ എനിക്ക് മുട്ടുകുത്തി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുവാൻ എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിന് 2-3 ആഴ്ചയായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു. ഹോമിയോ മരുന്നാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അത് കുറവില്ലായിരുന്നു. ബ്ലീഡിങ് ആയി 7 വയസ്സായുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി തൈലവും തേനും ഉപ്പും കൊടുത്തു. ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം രാജഗിരി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. ബ്ലഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ബ്ലഡായിരുന്നു ബാത്റൂമിൽ. അപ്പോൾ പേടിച്ച് പോയി, എന്നാന്നറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി സ്കാൻ ചെയ്തു. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അത് അമ്മ മാതാവ് മാറ്റി തന്നതാണ്. എന്ന് വെച്ചാൽ 4 ദിവസം കൊച്ചിന് ബ്ലീഡിങ് ആയിരുന്നു. പക്ഷേ ആദ്യമൊക്കെ ചെറുതായിട്ടേ കണ്ടോളൂ. 4-ാമത്തെ ദിവസമാണ് കൂടുതലായിട്ട് കണ്ട് അങ്ങനെ പോയത്. അത് ഒരു മരുന്നും കഴിക്കേണ്ടി വന്നില്ല. ഇപ്പോൾ എന്നും ഉപ്പും തേനും കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം എന്നും നെറ്റിയിൽ പുരട്ടി കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. 6:30 ആകുമ്പോഴേക്കും പ്രാർത്ഥിക്കാനിരുന്ന 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പ്രാർത്ഥിക്കും. അത് സ്ഥിരമായി ഇപ്പം എല്ലാവർക്കും നെറ്റിയിൽ കുരിശ് വരച്ച് തേനും ഉപ്പും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ആശാ വർക്കറാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്ലോറിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെ കിണറിലാണ് ക്ലോറിനേഷൻ ചെയ്യാൻ പോയത്. അപ്പോൾ അവിടെ വലിയ ഇരുമ്പിൻ്റെ ആംഗ്ലെയറൊക്കെ വെച്ച വലയായിരുന്നു. ആ വല ഞാനും ടീച്ചറും കൂടിയാണ് പൊക്കിയത്. അപ്പോൾ എൻ്റെ സൈഡിലെ വല മാത്രം കയ്യിലിരുന്നു. ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ലോക്ക് തള്ളിപ്പോയി താഴോട്ട് പോവുകയും കിണറിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വല എൻ്റെ കയ്യിൽ തൂങ്ങിക്കിടത്തു. ആ വല അത് കൂടി ഞാൻ കിണറിലേക്ക് വീഴേണ്ടതായിരുന്നു. അവിടെ അമ്മ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി. എനിക്ക് ഒരു അബദ്ധം വരുത്താതെ ടീച്ചർ എന്നോട് പറഞ്ഞു, മോള വല താഴ്ത്തിയിട്ടിട്, ഞാൻ പറഞ്ഞു ടീച്ചറെ കുഴപ്പമില്ല. സാറും ടീച്ചറും കൂടി വേഗം വന്ന് അത് വലിച്ചു കയറ്റി. നല്ല ആംഗ്ലെയറും കൊണ്ട് ഇരുമ്പിൻ്റെ വലയായിരുന്നു, നല്ല ബലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ അപകടത്തിൽ നിന്ന് എന്നെ മാതാവ് രക്ഷപ്പെടുത്തി. പിന്നെ എൻ്റെ അപ്പച്ചന് ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി കാല് മൊത്തം ചതഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ പോയി ഉടമ്പടി തൈലവും എടുത്തു പോയി. അവിടെ ചെന്ന് അപ്പൻ്റെ കാലയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഞാനവിടെ നിന്നു. ഇപ്പോൾ രാവിലെയും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആ കാലിപ്പോൾ സുഖമായി. ഇപ്പോൾ അപ്പച്ചൻ ടാപ്പിങ്ങിന് പോകുന്നുണ്ട്. അത് എന്നുവെച്ചാൽ ചതഞ്ഞ് ചോരക്കറ്റച്ച് മൊത്തം കിടക്കുമായിരുന്നു. അപ്പോൾ അതിനും അമ്മ മാതാവ് ഈശോയും കൂടി എന്നെ അനുഗ്രഹിച്ചു. ആശുപത്രിയിൽ നിന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ ഡിസ്ചാർജായി പോയി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ വെച്ച് BP കൂടി തലയിറങ്ങി വീണ് കൈക്ക് 2 പൊട്ടും കുഴയും തെന്നിപ്പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്നുവെച്ചാൽ അവർ പിടിച്ചിട്ടിപ്പോൾ അത് ചെരിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട വരും, നിങ്ങൾ 5 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ഒന്നും കൂടി വലിച്ചിടാം, ഓപ്പറേഷൻ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിലും ഉപ്പും
തൈലിട്ട് പരട്ടുകയും അമ്മയ്ക്ക് തേൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് ഞാൻ 2018 മുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ വന്ന സമയത്ത് ഞാൻ കൊടുത്ത പൈസ എനിക്ക് ഏജൻറ്റ് തിരിച്ചു തരികയും പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ 2022 ഞാൻ പൈസ പിന്നെ രണ്ടാമത് കൊടുത്തതിന് ശേഷം എനിക്ക് വേറെ ഒന്നും ഇതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയാനോ ഒന്നും കഴിയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ശരിയായി. എനിക്ക് വിസ അടിച്ച് വന്നു. ശനിയാഴ്ച പോകാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഞാൻ മലയാളം മാത്രമേ എനിക്കറിയുള്ളൂ, ഇംഗ്ലീഷ് പോലും എനിക്കറിയില്ല. അവിടെ വന്നപ്പോൾ അവർ ചോദിച്ചത് കുറേ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ എനിക്കറിയുന്ന പോലെ ഞാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ മലയാളവും കയറിപ്പോയി. അപ്പോൾ എനിക്ക് വിസ അടിച്ച് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 22-ാം തീയതി ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് വിസ അടിച്ച് കിട്ടി. അതിന് ഞാൻ അവിടെ എൻ്റെ കയ്യിലിരുന്ന് ഉപ്പ് അലന്ന് പോയായിരുന്നു. എന്നാലും ആ ഉപ്പിൻ്റെ വെള്ളം ഞാനിരുന്ന ടേബിളിൻ്റെ അവിടെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശ് വരച്ചിരുന്നാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ആ പരീക്ഷ എന്നെ പാസ്സാക്കി തന്നു മാതാവ്. പിന്നെ ആങ്ങളയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എനിക്ക് വിശ്വാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖത്തും മൂക്കത്തും അവിടെ മൊത്തം മുറിവായിരുന്നു ഞാനക്ക്. അപ്പോൾ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ദേഹത്ത് പുരട്ടി വിശ്വാസ പ്രമാണവും ചൊല്ലി രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാനയുടെ അസുഖം മാറി. ഇപ്പം ഞാൻ ജോലിക്ക് പോകേണ്ട വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിന് കൊറോണയുടെ സമയത്ത് ബസ്സിലായിരുന്നു, കണ്ടക്ടറായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ജോലി കിട്ടിയില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റിൽ വിളിച്ചു. ആദ്യം 3 മാസം ജോലിക്ക് കയറുകയും ഇപ്പോൾ സ്ഥിരമായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതും അമ്മ മാതാവ് ഈശോയും കൂടി തന്നതാണ്. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെയും കൊടുക്കാറുണ്ട്, വീടുകളിലും കൊടുക്കാറുണ്ട്. പിന്നെ ചോറ് പൊതിഞ്ഞ് അവിടെ ഞങ്ങൾക്ക് വീടെന്ന് പറഞ്ഞൊരു കാടിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങി വരണമെങ്കിൽ 10-25 കിലോമീറ്റർ വേണം. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറേ രോഗികളുണ്ട്. അപ്പോൾ ആ വീടുകളിൽ ചോറ് പൊതി കെട്ടി കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യാറ്. പിന്നെ അനാഥാലയത്തിൽ പോകാറുണ്ട്. അവിടെ അവർക്ക് ചായ കടികളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആര് കഴിഞ്ഞിട്ട് വന്നാലും എൻ്റെ കയ്യിൽ ലോൺ എടുത്തിട്ടേക്കണ പൈസ ആയാലും ഞാൻ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന എനിക്ക് കുടുംബമായി തന്നെ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന കുഞ്ഞിൻ്റെ സൗഖ്യത്തിനെക്കുറിച്ചും ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ചൊരു ജോലിയെക്കുറിച്ചുമൊക്കെ ഉള്ള സാക്ഷ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പം ഒരു ഭാഷയുടെ പ്രാവീണ്യമില്ലാതിരിക്കുമ്പോഴും ദൈവം ആ സമയത്തൊക്കെ നമ്മളെ എടുത്തുയർത്തി എന്നുള്ളതാണ് ഏറ്റവും ബോധ്യത്തോടെ പറയുന്നൊരു സാക്ഷ്യം എന്ന് പറയണത്. ഇപ്പോൾ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയണത് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭാഷ ഒരുപാട് ഉള്ളവർ പോലും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അവർ പറയും അവസാനത്തെ ശ്രമത്തിൽ എൻ്റെ കഴിവ് കൊണ്ട് എനിക്കിത് കിട്ടത്തില്ലെന്ന് അനുഭവിച്ച് ഞാനത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് ദൈവം അപ്പം ദൈവ തിരുമുൻപിൽ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി നിൽക്കുവാനായിട്ട് പറ്റുന്ന ഒരാളെയാണ് ദൈവം എടുത്ത് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇടവരുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു താഴ്മ അല്ലെങ്കിൽ വിനയം, എളിമ എന്ന് പറയുന്നത് ഉടമ്പടി എടുക്കുന്ന ആൾക്ക് ആദ്യമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ആരാധന ഓർമ്മിക്കും. നമ്മൾ ദൈവത്തിന് മുൻപ് വരുമ്പം നമ്മൾ എന്താണെന്നോ നമ്മൾ എന്തായിരുന്നു എന്നോ നമ്മുടെ സ്ഥാനമോ അനമോ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നവരുടെ ഉപമ വെച്ചൊക്കെ ഇത് വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. പാപി ആയിട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ചെയ്ത കാര്യം ദൈവത്തിന് മുമ്പിൽ അങ്ങനെ വ്യാപരിക്കുവാനായിട്ടുള്ളൊരു മനസ്സുള്ളവർക്കാണ് ഉടമ്പടി പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യണത് എന്നുള്ളത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തേത് ലഭിച്ച സൗഖ്യമാണ്. അപ്പം ലഭിച്ച ഒരു സാഹചര്യങ്ങൾ അതിജീവിക്കാൻ സാധിച്ചതും ലഭിച്ച സൗഖ്യവും ഒപ്പം തന്നെ അതിന് തത്തുല്യമായിട്ട് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള ശ്രമവും ഇതിൻ്റെ ഭാഗത്തുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ്. ഇതിൽ പ്രാർത്ഥന മാത്രമല്ല, പ്രവർത്തനം മാത്രമല്ല, ഒപ്പം എല്ലാ കാര്യങ്ങളും ചേർന്നിട്ടാണ് ഒരു ഉടമ്പടി സാക്ഷ്യം ഉണ്ടാകുന്നത്. ഏറെ പ്രത്യേകിച്ച്
ലഭിച്ച സൗഖ്യത്തിനും ഒപ്പം ദൈവം അതിജീവിക്കാനായിട്ട് സഹായിച്ച സാഹചര്യങ്ങൾക്കും എല്ലാറ്റിനെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.